അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാർ, രക്ഷിതാക്കളെ, മുസ്തഫാഫി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സമസ്ത കലാ വിദ്യാഭ്യാസ ബോർഡ് 5ാം തരത്തിലേക്ക് പുതുതായി തയ്യാറാക്കപ്പെട്ട ലിസാനുൽ ഖുർആനിന്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് വായിക്കുന്നത്. അൽ മദീനത്തുൽ മുനവ്വറ, പ്രകാശിക്കപ്പെട്ട പട്ടണം എന്നതിന്റെ അർത്ഥം. ഇതിൽ പറയുന്ന വിഷയം എന്താണ് ഫഅല്, എന്താണ് ഇസ്മി, എന്താണ് ഹർഫ്. ഈ 3 കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ ഇലൽ ഇസ്ലാമി ഫീ മക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ച് ജനങ്ങളെ പരിശുദ്ധ ഇസ്ലാം ദീനിലേക്ക് ക്ഷണിച്ചു. ഫഗളിബൽ മുശ്രികൂൻ, അപ്പോൾ ബഹുദ വിശ്വാസികൾ ദേഷ്യപ്പെട്ടു. വആദൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും ദ്രോഹിച്ചു. ثم هاجر رسول الله صلى الله عليه وسلم واصحابه من مكة الى المدينة. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയ്ക്ക് ഹിജ്റ പോയി. ഫസ്തഖ്ബലഹും അഹ്ലുൽ മദീനത്തി യദ്രിബൂന ദുഫൂഫ വയൻഷിദൂൻ, അപ്പോൾ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ദഫ് മുട്ടിയും പാട്ടുപാടിയും സ്വീകരിച്ചു. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. എന്നതിനർത്ഥം طلع البدر علينا, ഞങ്ങളിൽ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു. മിൻ സനിയാത്തിൽ വദാഇ, മലമടക്കുകൾക്കിടയിലൂടെ. വജബ ശുക്രു അലൈന, നമുക്ക് നന്ദി പ്രകടിപ്പിക്കൽ നിർബന്ധമായി. മാദാ ലില്ലാഹി ദാഇ, അല്ലാഹുവിന് വേണ്ടി പ്രബോധനം ചെയ്യുമ്പോഴൊക്കെ. ഇനി നോക്കാം അവസാനം ചെറിയൊരു എഴുത്തില് അൽ ഹദഫു തഅലീമി, പഠനലക്ഷ്യം എന്താണ്? യതഅറഫു ദാരിസുൽ ഫർഖ ബൈനൽ ഫിഅലി വൽ ഇസ്മി വൽ ഹർഫി, പഠിതാവ് ഫിഅലിന്റെയും ഇസ്മിന്റെയും ഹർഫിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. അൽ കലിമത്തു സലാസത്തു അൻവാഇൻ ഇസ്മുൻ വഫിഅലുൻ വഹർഫുൻ, കലിമത്ത് 3 വിധമാണ്. 1 ഇസ്മ, 2 ഫിഅല്, 3 ഹർഫ്. അൽ ഇസ്മു കുല്ലു കലിമത്തിൻ യുസമ്മാ ബിഹാ ഇൻസാനുൻ ഔ ഹയവാനുൻ ഔ ജമാദുൻ ഔ അയ്യു ശൈഇൻ ആഖർ, ഒരു മനുഷ്യനെയോ ജീവിയെയോ നിർജീവിയെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിനെയോ വിളിക്കപ്പെടുന്ന പദമാണ് ഇസ്മി എന്ന് പറയുന്നത്. അൽ ഫീലു കുല്ലു കലിമത്തിൻ ദല്ലത് അലാ ഹുസൂരി അമലിൻ ഫീ സമനിൻ മിനൽ അസ്മിനത്തി, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നീ കാലങ്ങളെ മേൽ അറിയിക്കുന്ന ഒരു പദമാണ് ഫിഅലി എന്ന് പറയുന്നത്. അൽ ഹർഫു കുല്ലു കലിമത്തിൻ ലാ യദ്ഹറു മഅനാഹാ കാമിലൻ ഇല്ലാ മഅ ഗൈരിഹി, സ്വന്തമായി നിൽക്കുമ്പോൾ പൂർണ്ണമായ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം ഉണ്ടാകുന്നതുമായ പദമാണ് ഹർഫ് എന്ന് പറയുന്നത്. ബനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു മസ്ജിദൻ ഫിൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീനയിൽ മസ്ജിദ് നിർമ്മിച്ചു. ഇസ്തഹറ ഹാദൽ മസ്ജിദു ബിസ്മിൽ മസ്ജിദിൻ നബവി, ഈ പള്ളി മസ്ജിദുൻ നബവി എന്ന പേര് കൊണ്ട് പ്രസിദ്ധമായി. ആശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്തിൻ ബഅദൽ ഹിജ്റ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയ്ക്ക് ശേഷം 10 വർഷം ജീവിച്ചു. സുമ്മ തൂഫിയ വദുഫിന ഫിൽ മദീനത്തിൽ മുനവ്വറ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയും മദീന മുനവ്വറയിൽ മറമാടപ്പെടുകയും ചെയ്തു. അല്ലാഹുമ്മ വഫിഖ്നാ ലസിയാറത്തി ഖബ്റിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനൽ മുനവ്വറ, അല്ലാഹുവേ മദീന മുനവ്വറയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണമേ. വലാ തജഅൽനാ മിനൽ ഖായിബീൻ, നിരാശരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. ആമീൻ. ഇസ്മ, ഫേല്, ഹർഫിനെ വായിച്ച് മനസ്സിലാക്കാം. ഈ പാഠത്തിൽ വന്നിട്ടുള്ള ഇസ്മുകളാണ് പറയുന്നത്. റസൂല്, അല്ലാഹി, അന്നാസ, അൽ ഇസ്ലാം, മക്കത്ത, അൽ മുശ്രികൂൻ, അസ്ഹാബ്, അൽ മദീന, ഹും, അഹ്ല്, അദ്ദുഫൂഫ്, അന്നബിയു, മസ്ജിദൻ, ഹാദാ, ഇസ്മ, അൽ മസ്ജിദുൻ നബവി, 10 സനവാത്ത് ബഅദ അൽ ഹിജ്റ, അൽ മുനവ്വറ, സിയാറത്ത് ഖബർ, അൽ ഖായിബീൻ, ഹുന.
ഇത്രയുമാണ് ഇതിൽ ഇസ്മുകൾ. ഇനി ഫീല് നോക്കാം. ദഅ, ഒളിബ, ആദൗ, ഹാദറ, ഇസ്തഖ്ബല, യദ്രിബൂൻ, യുൻഷിദൂൻ, ബന, ഇസ്തഹറ, ആശ, തൂഫിയ, തുവഫിയ, ദുഫിന, വഫിഖ്, ലാ തജഅൽ. ഇതൊക്കെ ഫിഅലുകളാണ്, ഒരു കാലത്തിൽ അറിയിക്കുന്നതാണ്. ഇനി ഹർഫ് നോക്കൂ. ഇല, ഫി, ഫ, വ, സുമ്മ, മിൻ, ബി, ല. ഇത്രയും ഹർഫുകളാണ് പാഠത്തിലുള്ളത്. നെക്സ്റ്റ് പേജ്. നുമയ്യിസിൽ ഫിഅല വൽ ഇസ്മ വൽ ഹർഫ മിനൽ ആതിയത്തി വനക്തുബുഹാ ഫിൽ ബിതാഖാത്ത്. താഴെയുള്ള വാക്കുകളിൽ നിന്ന് ഇസ്മ, ഫിഅൽ, ഹർഫ് എന്നിവ വേർതിരിച്ച് കോളത്തിൽ എഴുതാം. ഫി യൗമിൻ ഉത്ലത്തിൻ ഖറജ ഹാമിദുൻ മഅ സ്വദീഖിൽ ഹദീഖ. ഒഴിവ് ദിവസം ഹാമിദ് തന്റെ കൂട്ടുകാരനോട് കൂടെ തോട്ടത്തിലേക്ക് പുറപ്പെട്ടു. റഅ ഫിൽ ഹദീഖത്തി അസ്ഹാറൻ ജമീല. അവൻ തോട്ടത്തിൽ മനോഹരമായ പൂക്കളെ കണ്ടു. ഖാല ലി സ്വദീഖിഹി ഹാദാ മൻളറുൻ ജമീലുൻ. അവൻ കൂട്ടുകാരനോട് പറഞ്ഞു, ഇതൊരു മനോഹര കാഴ്ച സ്ഥലമാണ്. ഇതിൽ ഇസ്മു ഫീല് കണ്ടെത്താം. ഇസ്മ ഏതൊക്കെ വരുന്നത്? യൗമ, ഹാമിദ്, സ്വദീഖ്, അസ്ഹാർ ലി സ്വദീഖിഹി, മൻളർ. അതുപോലെ ഉത്ലത്ത്, മഅ, അൽ ഹദീഖത്ത്, ജമീലത്ത്, ഹാദാ ജമീൽ. ഇവയൊക്കെ ഇസ്മുകളാണ്. ഇനി ഫീല് വരുന്നത് ഖറജ, റഅ, ഖാല. അതുപോലെ ഹർഫ് വരുന്നത് ഫി, ഇല. ഞാൻ നെക്സ്റ്റ് വർക്ക്. നുകമ്മിൽ ജുംലത ബിവളഇൻ കലിമത്തിൻ മുനാസിബത്തിൻ മിമ്മാ ബൈനൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച വാക്കെടുത്ത് ജുംല പൂർത്തിയാക്കാം. ഫാത്തിമത്തു, ഇല, ഫതഹ. ഇതാ ബ്രാക്കറ്റുള്ളത്. ഇതിലെടുത്ത് പൂരിപ്പിക്കുക. 1. ഫതഹൽ ഖാദിമുൽ ബാബ. സേവകൻ വാതിൽ തുറന്നു. 2. ഖറഅത്ത് ഫാത്തിമത്തുൽ ഖുർആന. ഫാത്തിമ ഖുർആൻ പാരായണം ചെയ്തു. 3. റഹബൽ ഔലാദു ഇലൽ മൈദാൻ. കുട്ടികൾ മൈതാനിലേക്ക് പോയി. ഇനി നഫ്ഹമുൽ മഅന വ നക്തുബുഹു. അർത്ഥം മനസ്സിലാക്കി എഴുതാം. ദഅ, ക്ഷണിച്ചു. ഒളിബ, ദേഷ്യപ്പെട്ടു. ബന, നിർമ്മിച്ചു. ഇഷ്തഹറ, പ്രസിദ്ധമായി. ഇനി നഖ്റഉൽ ആയാതി താലിയത വ നുമയ്യിസു മിൻഹൽ ഫഇല വ നഖ്തു തഹ്തഹു. താഴെ പറയുന്ന ആയത്തുകൾ വായിച്ച് അടിവരയിട്ട് അതിലെ ഫഇലിനെ വേർതിരിക്കാം. അർ റഹ്മാൻ, അതിൽ ഫീലില്ല. അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചത് ഫീലത അല്ലമ. ഖലഖൽ ഇൻസാന, മനുഷ്യർ സൃഷ്ടിച്ച ഫീൽ ഖലഖ. ഇനി അടുത്തത് നൻസഖുൽ ഇബാറത താലിയ. താഴെയുള്ള വാക്ക് പകർത്താം. അൽ ഈമാനു യഇരിസു ഇലൽ മദീന. ഈമാൻ മദീനയിലേക്ക് ചെന്ന് ചേരും. ഇതെന്തെങ്കിലും താഴെ വൃത്തിയിൽ എഴുതുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.